നമസ്കാരം. തലകുനിച്ചല്ല തരൂരിന്റെ മടക്കം, തല ഉയർത്തി തന്നെ. രാഹുലിന് പോലും തരൂരിനെ തിരുത്താനായില്ല. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു തരൂർ. നിലപാട് മാറ്റാം, പക്ഷേ ഡാറ്റ തരൂ എന്നാണ് തരൂർ ലൈൻ. എന്നുവെച്ചാൽ വി ഡി സതീശൻ വായിട്ടലച്ചത് വെറുതെ. അതിനൊരാധികാരികതയും നൽകുന്നില്ല തരൂർ. രാജീവിനടിച്ച ലോട്ടറിയാണ് തരൂർ. അതുകൊണ്ടാകാം CPM-ന് വേണ്ടി ഭാഗ്യ പരീക്ഷണത്തിന് ആദ്യം DYFI-യെ ഇറക്കിയത്. സ്റ്റാർട്ടപ്പ് സമ്മിറ്റിന് ക്ഷണപത്രം നൽകിയായിരുന്നു തരൂരിനെ പ്രീതിപ്പെടുത്താൻ നീക്കം നടന്നത്. തരൂരും ആരാമോൻ DYFI-ക്കായി വാതിൽ തുറന്നിട്ടു. വരില്ലെന്നു പറഞ്ഞത് അതേ ദിവസം സൂറത്തിൽ പോകേണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ വരുമായിരുന്നു എന്നാണോ? എന്തായാലും ആ അല്ലെങ്കിൽ എന്ന സാധ്യതയുടെ പേരാണ് ഇപ്പോൾ തരൂർ. അതുകൊണ്ട് ക്ഷണപത്രം തയ്യാറാക്കുന്നവർ തൽക്കാലം നിരാശരാകേണ്ടതില്ല എന്ന് നിസ്സംശയം പറയാം. തരൂരിന്റെയല്ല, കേരള നേതൃത്വത്തിന്റെ വായടപ്പിച്ചു ഹൈക്കമാൻഡ്. കെ സുധാകരൻ കാറ്റിന്റെ ദിശ മനസ്സിലാക്കി തരൂരിനോട് വീണ്ടും ചേർന്ന് നിന്നു. കളി കണ്ടിരിക്കേണ്ടി വരുന്ന ലീഗിന് തലവേദനയ്ക്ക് കുറവില്ല. ഗാലറിയിൽ ലീഗ് എത്ര കാലം ഉണ്ടാകും എന്ന ചോദ്യവും അവരുടെ യോഗത്തിൽ ഉയരുന്നു. അങ്ങനെ തരൂർ എന്ന താരത്തെ ആരെല്ലാമാണ് മോഹിക്കുന്നത്? നിലനിർത്താൻ രാഹുലും സ്വീകരിക്കാൻ CPM-ഉം മത്സരിക്കുകയാണോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. തലോടാൻ മത്സരമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് VR അനൂപ്, ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ VR അനൂപ്, ഈ DYFI ഇന്ന് സ്റ്റാർട്ടപ്പ് സമ്മിറ്റുമായി ബന്ധപ്പെട്ട് ക്ഷണപത്രം നൽകാൻ മുതിരുന്നത്, അതിന് വാതിൽ തുറന്ന് മറ്റ് സാങ്കേതികമായ അസൗകര്യങ്ങൾ പറഞ്ഞു മാത്രം ബുദ്ധിമുട്ടുകൾ പറയുന്ന തരൂരിൻ്റെ പ്രതികരണം, ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒപ്പം രാഹുലിനെ കണ്ടതിന് ശേഷവും തരൂർ ലൈൻ മാറ്റിപ്പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതുവരെ CPM-കാരെ സംബന്ധിച്ച് പിണറായിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രശംസാവാചകം നിതിൻ ഗഡ്കരിയുടേതാണ്. RSSനെ സംബന്ധിച്ച് നരേന്ദ്രമോദിയേക്കാൾ അഭിമതനായ നിതിൻ ഗഡ്കരി അദ്ദേഹത്തെ പ്രശംസിക്കുന്നതിൽ ആഹ്ലാദിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ CPM-ൻ്റെ നേതാക്കന്മാരെല്ലാം. അപ്പോൾ സ്വാഭാവികമായും ശശി തരൂരിനെ പോലെ ഒരു ആഗോള ബ്രാൻഡ് സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റി എന്ന് പറയാവുന്ന വാചകങ്ങളാണെങ്കിൽ പോലും പിണറായിയെക്കുറിച്ച് എന്തെങ്കിലും വീണ് കിട്ടിയാൽ CPM-ന് സ്വാഭാവികമായി ആഘോഷിക്കുന്നതിന് അവർക്ക് ആഘോഷിക്കാം, അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ EMS പറഞ്ഞ പ്രശസ്തമായൊരു വാചകമുണ്ടല്ലോ, മലയാള മനോരമ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ഞങ്ങൾ പരിശോധിക്കും. പക്ഷെ ഇവിടെ ശശി തരൂരായാലും നിതിൻ ഗഡ്കരി ആയാലും പറഞ്ഞതിനെയാണ് പെരുപ്പിച്ചുകൊണ്ട് CPM ആഘോഷിക്കുന്നത്. CPM-ൻ്റെ അർത്ഥത്തിലുള്ള ആശയദാരിദ്ര്യമാണ് എന്ന് മാത്രമല്ല, സാധാരണ CPM അനുഭാവികളെ സംബന്ധിച്ചും ഈ പിണറായി വിജയൻ്റെ സർക്കാരിനെ കുറിച്ച് നല്ലത് പറയാനില്ല എന്ന് തന്നെയാണ്. ഇവിടെ ഒരു സെക്കൻഡ്, തരൂര് പറയുകയാണ് ഈ പറയുന്ന ആധാരമാക്കിയ ഡേറ്റയൊന്നും CPM-ൻ്റേതല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തരൂർ പറയുന്നത് തരൂരിനെ എതിർക്കുന്നവർക്ക് പുതിയ ഡേറ്റ നൽകാമെന്ന്. ആ വിഷയത്തിലേക്ക് വരാം. DYFI നടത്തിയ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? രാഹുൽ കണ്ടിട്ടും തരൂർ തിരുത്താത്തത് എന്തുകൊണ്ട്? DYFI ഒരു സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് ഇത് സംഘടിപ്പിക്കുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇതുവരെ DYFI കേരളത്തിൽ ഉയർത്തിയ അതല്ലല്ലോ എന്റെ ചോദ്യം. തരൂരിലേക്ക് ഇങ്ങനെ ഒരു ക്ഷണപത്രവുമായി വരുന്നതിന്റെ രാഷ്ട്രീയമാണ് ചോദിച്ചത്. ഞാൻ പറയാം, DYFI ഇതുവരെ ആകാശ് തില്ലങ്കേരിമാരെയും കൊടിസുന്നിമാരെയും വിട്ട് സംരംഭകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഈ തരൂരിനെ ക്ഷണിക്കുമ്പോൾ തരൂർ വളരെ മാന്യമായി അവരെ പറഞ്ഞുവിടുകയാണ് ചെയ്തത്. തരൂർ എന്താണ് പറഞ്ഞത്? ഒരു ക്ഷണവുമായി DYFI-യുടെ പ്രതിനിധികൾ വരുമ്പോൾ എനിക്കത് സാധ്യമല്ല എന്ന് അദ്ദേഹത്തെ പോലെ ഡിപ്ലോമസിയുടെ ഭാഷ അറിയുന്ന ആൾ അവരെ നിരാകരിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ കുറെ കൂടെ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ഈ പറയുന്ന 1-2 തീയതികൾ, അതിലെ അസൗകര്യം പറയുന്നത്, 1 അദ്ദേഹത്തിന് മറ്റൊരു നഗരത്തിൽ പരിപാടിയുണ്ട്, അത് സൂറത്തിലാണ്. 2 നിങ്ങൾക്ക് ആകെയുള്ളൊരു പിടിവള്ളിയാണ്, കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടി നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് പോകുന്നു. അതല്ലായിരുന്നുവെങ്കിൽ പോകുമായിരുന്നില്ല എന്ന ചോദ്യത്തിന്
അത് ഹൈപ്പത്തറ്റിക്കലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് എന്നോട് അവർ ക്ഷണിച്ചത് ഒരു എക്കണോമിസ്റ്റുമായിട്ടുള്ള സംവാദമാണ്. അതെങ്ങനെയാണ്, ആരാണത്, എനിക്കും അയാൾക്കും കൂടെ എന്താണ് സംസാരിക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചൊരു തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. അതല്ലാത്ത രാഷ്ട്രീയമായ ഒരു വേർതിരിവിൻ്റെയും അകലം സൂക്ഷിച്ചിട്ടില്ല ആ മറുപടിയിൽ. താങ്കൾ പറഞ്ഞതിൽ തന്നെ അത് വ്യക്തമാണല്ലോ. ഡിവൈഎഫ്ഐ ഒരു പരിപാടി ക്ഷണിക്കുമ്പോൾ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അല്ലല്ല, അതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ആകെയുള്ളൊരു പിടിവള്ളിയായി തരൂർ തന്നിരിക്കുന്നത് അതാണെന്ന്. തരൂർ പറയുന്നത് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന് 2-ാം തീയതി അദ്ദേഹത്തെ എങ്ങനെയാണ് കിട്ടിയത് അതുൾപ്പെടെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്റെ പരിപാടികൾ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുൻപ് ചാർട്ട് ചെയ്യപ്പെടാറുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്ക് ഈ പറയുന്ന ചുണ്ടിനും കപ്പിനും ഇടയിൽ മാത്രമാണ് ഇപ്പോൾ തരൂരിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സമ്മിറ്റിൽ ഡിവൈഎഫ്ഐ ഒന്നുകൂടെ മുൻകൂട്ടി ആലോചിച്ചാൽ അടുത്ത സമ്മിറ്റിൽ പിടിക്കാൻ കഴിയും തരൂരിനെ. അങ്ങേക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും അല്ല, ഇത് തരൂരിന്റെ തന്നെ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നതാണെന്നേ. അല്ലെങ്കിൽ രാഷ്ട്രീയം പറയണം, അങ്ങനെ പറയുന്നില്ലല്ലോ. അല്ല, ഇത് ഡിവൈഎഫ്ഐ തരൂരിനെ എല്ലോ ക്ഷണിക്കേണ്ടത്. ആന്തൂർ സാജന്റെ വീട്ടിലേക്കല്ല. അത് വേറെ കാര്യം. വന്ന ക്ഷണവും കണ്ട നേതാവുമാണ്. അതാണ് നിങ്ങളെ സംബന്ധിച്ച് മറുപടി പറയാൻ ബാധ്യസ്ഥമായിരിക്കുന്ന സാഹചര്യം. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, എന്തുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പ് സമ്മിറ്റിലേക്ക് തരൂരിനെ വിളിക്കുവാൻ ഡിവൈഎഫ്ഐ പ്രത്യേകമായ താല്പര്യം കാണിച്ചത്? തരൂർ അതിൽ വ്യക്തിപരമായ അസൗകര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണോ നിങ്ങളുടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നുള്ള മനസ്സിലാക്കൽ? ഇതിൽ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളം അതിൻ്റെ വികസനത്തിൻ്റെ ഒരു വസന്തകാലത്തെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയെയും അതിനെ നയിക്കുന്ന കോൺഗ്രസും ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല എന്ന വ്യാജമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ വ്യാജമായ പ്രസ്താവനയെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു തരൂർ എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ രാഷ്ട്രീയമായ പ്രസക്തി. 8 കൊല്ലക്കാലമായിട്ട് കേരളത്തെ വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നേയില്ല എന്ന് സ്ഥാപിക്കാൻ ചില മാധ്യമങ്ങളെല്ലാം പിൻബലത്തോടെ കോൺഗ്രസും ലീഗുമെല്ലാം നടത്തുന്ന ശ്രമങ്ങളെ കേരളത്തിലെ ലോകത്തെ എല്ലാം വളരെ കൃത്യമായ നിരക്ക് പഠിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശശി തരൂർ അത് ശരിയല്ല എന്ന് പറഞ്ഞതാണല്ലോ ഈ ചർച്ചയുടെ അടിസ്ഥാനം. അദ്ദേഹം ഇന്നും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഞാൻ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഗ്ലോബലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഒന്നാമതെത്തി എന്നുള്ള കണക്ക്. അല്ലല്ല, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രകാശ് മാഷേ, ചോദ്യം ഇതാണ്, ഡിവൈഎഫ്ഐ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ തരൂരിനെ ഈ സ്റ്റാർട്ടപ്പ് സമ്മിറ്റിന് ക്ഷണിക്കുന്നു? കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് LDFിൻ്റെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ പരമാവധി തൊഴിൽ കിട്ടുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള നിരവധി സ്ഥാപനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ കൊണ്ടുവരാനാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കേരളത്തിൽ സ്റ്റാർട്ടപ്പ് പരിശോധിക്കുമ്പോൾ ആഗോള വളർച്ച 46% ഉള്ളത് കേരളത്തിൽ 254% വെറുതെയല്ല. കേരളത്തിൽ ആഗോള വ്യവസായികൾ കേരളത്തിലേക്ക് വരിക. ചോദ്യം, ഡിവൈഎഫ്ഐ എന്തുകൊണ്ട് ശശി തരൂരിനെ ക്ഷണിക്കുന്നു സ്റ്റാർട്ടപ്പ് സമ്മിറ്റിലേക്ക്? ഈ പ്രശ്നം തൊഴിലില്ലായ്മ പ്രശ്നമാണല്ലോ. ഡിവൈഎഫ്ഐ 1980 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ഗൗരവമായിട്ട് എടുത്തിരിക്കുന്ന പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിൽ ഏറ്റവും ഏറെ ശ്രമിച്ച ഒരു ഗവൺമെൻറ് LDFിൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനോട് അക്കാര്യം നടക്കുന്നുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ എതിരാളി അഭിപ്രായം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിഗണിക്കേണ്ട ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് കേരളത്തിലെ വികസനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് വ്യാവസായ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളെ ശരിയായ നിലക്ക് ശരി. അപ്പോൾ തരൂര് വന്ന് എന്ത് പറയുന്നു എന്നതറിയാൻ താല്പര്യമുള്ളത് കൊണ്ട് ഡിവൈഎഫ്ഐ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ 4 ദിവസമായല്ലോ കോൺഗ്രസിൻ്റെ ആളുകൾ, VD സതീശനും അതുപോലെ തന്നെ പഴയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ഭത്സിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭത്സിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള സംവിധാനത്തിൽ വന്നിരിക്കുന്ന അതിനുള്ള തരൂരിന്റെ മറുപടി അല്ലല്ല, ഡിവൈഎഫ്ഐ നേതാക്കന്മാരോടുള്ള തരൂരിന്റെ മറുപടി പ്രകാശ് മാഷേ അതല്ലല്ലോ. തരൂര് പറഞ്ഞത് ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് മുൻ നിശ്ചയിച്ച മറ്റ് പരിപാടികൾ ഉണ്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണോ തരൂർ ചെയ്തത്? ഒരു സെക്കൻഡ്. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണോ തരൂർ ചെയ്തത്? അതല്ലാതെ കൃത്യമായ രാഷ്ട്രീയ അകലം പാലിക്കുകയാണോ ചെയ്തത്? ഇതിൽ നേരത്തെ ഇതുപോലുള്ള നടന്നിരിക്കുന്ന വ്യവസായ വികസന കോൺക്ലേവുകളിൽ തരൂർ നേരത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? എനിക്ക് പരിപാടി നേരത്തെ നിശ്ചയിച്ച പരിപാടിയുണ്ട്, അതുകൊണ്ട് പങ്കെടുക്കാനാവില്ല എന്നുള്ളതാണ്.
അത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ വി ഡി സതീശനോട് ഈ കാര്യം ചോദിക്കുന്നവർ വിചാരിക്കുക, വി ഡി സതീശൻ പറയുന്ന മറുപടി നമുക്ക് എല്ലാവർക്കും മുൻകൂട്ടി പറയാൻ കഴിയല്ലോ. ഞാൻ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. ചെന്നിത്തലയോട് ചോദിച്ചാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എതിർ രാഷ്ട്രീയക്കാരുകാർ വിളിക്കുന്ന സെമിനാറിൽ പോലും പങ്കെടുക്കാത്ത നിലപാടല്ലേ കേരളത്തിലെ കോൺഗ്രസ് കുറച്ചു കാലമായിട്ട് സ്വീകരിക്കുന്നത്? പങ്കെടുക്കാൻ തീരുമാനിച്ച ആളുകൾ വിലക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാരണവശാലും ആലോചിക്കാൻ കഴിയാത്ത കാര്യമല്ലേ കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നത്? അതേ കോൺഗ്രസിന് നേതാവ് പറയുന്നത് ഞാൻ ഡിവൈഎഫ്ഐ പരിപാടി പങ്കെടുക്കില്ല എന്നല്ല, എനിക്ക് അന്ന് വേറെ പരിപാടിയുണ്ട് അതുകൊണ്ട് പങ്കെടുക്കാനാവുന്നില്ല. അതല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. അത് രണ്ടാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ന്യായമായ നിലക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്താവട്ടെ ഭരണപക്ഷത്താവട്ടെ ന്യായമായി സ്വീകരിക്കേണ്ട ഒരു നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാനാവുന്നില്ല. ശരിയായ കാര്യത്തെ ശരിയെന്ന് പറയണല്ലോ, സത്യമായ കാര്യം സത്യമാണെന്ന് പറയണല്ലോ. ഇപ്പോ വേൾഡ് എക്കോസിസ്റ്റം പറയുന്ന കേരളത്തിൽ അതിലേക്കൊക്കെ വരാം, ആ സിസ്റ്റത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തരൂർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രകാശം മാഷെ. കഴിഞ്ഞ 15 വർഷമായി തരൂർ ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ യുവാക്കൾക്ക് സംരംഭങ്ങൾ ഇല്ലാത്തതിൻ്റെ അവസ്ഥ, തൊഴിലില്ലായ്മ, കേരളത്തിൻ്റെ വികസന മുരടിപ്പ്, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 6 വർഷമായി തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ 18 മാസം കൊണ്ട് ഒരു വലിയ മാറ്റം, വലിയൊരു മാറ്റം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കണക്കുകൾ പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഉത്കണ്ഠ പരിഹരിക്കപ്പെടുന്ന വിവരങ്ങൾ വരുന്നു എന്നാണ്. അപ്പോൾ തരൂരിൻ്റെ പിന്നാലെയുള്ള നടത്തമായിരുന്നോ 18 മാസമായി നിങ്ങളുടേത്? എന്ന് വെച്ചാൽ തരൂരിൻ്റെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിലുള്ള പിന്നടത്തമായിരുന്നു. എത്രയോ കാലമായി CPM, നിങ്ങൾക്കറിയാമല്ലോ, 5ാമത്തെ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് നടക്കുകയാണ്. 28 കൊല്ലമായിട്ട് ഇവിടെ കേരളത്തിൽ ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? ഈ കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും മുഖ്യമായ പ്രശ്നം നമ്മുടെ ബുദ്ധി ചോർച്ചയാണ്. പ്രകാശം മാഷേ, ഒരു സെക്കൻഡ്. ഡിവൈഎഫ്ഐക്കാർ വിളിച്ചാൽ വി ഡി സതീശൻ എന്ത് പറയും എന്നതിനെ പറ്റി പോലും പ്രവചന സ്വഭാവത്തോടെ സംസാരിക്കാൻ കഴിയുന്ന അങ്ങേക്ക് ഇവിടെ ഒരു പ്രവചനവും വേണ്ട. കൃത്യമായി തരൂർ പറഞ്ഞതിനുള്ള രാഷ്ട്രീയമായ മറുപടിയാണ് ചോദ്യമായി ചോദിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ 18 മാസം കൊണ്ട് ഈ കാര്യങ്ങൾ നടന്നു എന്ന കണക്കുകൾ വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ശരിയാകുന്നു എന്നതിനെയാണ് അദ്ദേഹം സ്വാഗതം ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലളിതമായി അതിനോടുണ്ടാകുന്ന രാഷ്ട്രീയ ചോദ്യം ഇതാണ്: 6 കൊല്ലവും 15 കൊല്ലവും ഒക്കെ തരൂർ ഉപദേശിച്ച കാര്യത്തിന് 18 മാസമായിട്ടാണോ CPM-ന്റെ സർക്കാർ അനുസരിക്കാൻ തുടങ്ങിയത്? അതാണ് ചോദ്യം. നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. EMS-ന്റെ കാലത്താണ് ഞങ്ങൾ കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടത്തിയത്. എത്ര വർഷമായി അദ്ദേഹം മരിച്ചിട്ട് എത്ര കൊല്ലമായി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ കോൺഗ്രസിനകത്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധി ചോർച്ച അവസാനിപ്പിക്കാനാവണം. അതിന് സാധിക്കണമെങ്കിൽ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണം. ഞാൻ ചോദിക്കട്ടെ, 57 EMS-ന്റെ ഗവൺമെന്റ് ആണല്ലോ കേരളത്തിൽ ഇവിടെ ഏറ്റവും വലിയ വൻകിട മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചില ഘട്ടങ്ങളിൽ ഒഴിയുകയാണ്. അനൂപ വേഗം അതിനുള്ള മറുപടി. അതായത് തരൂര് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരു സെക്കൻഡ്. തരൂര് പറഞ്ഞൊരു കാര്യമുണ്ട്. 15 കൊല്ലമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന, 6 കൊല്ലമായി എഴുതി പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഇപ്പോഴാണ് ഒരു പാഠപുസ്തകം എന്ന നിലയിൽ പഠിച്ച് ഇപ്പോൾ അതിൽ വിജയിക്കുന്ന, എന്ന് വെച്ചാൽ ഒരു നല്ല മാർക്കോടുകൂടി ആ പാസ്സായിരിക്കുന്നു തരൂരിന്റെ ഈ വികസന പരീക്ഷയിൽ എന്നതല്ലേ തരൂരിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പ്രകാശ് മാഷ് പറയുന്നു അതിനേക്കാൾ വലിയ വികസന മാതൃക EMS-ന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ഒരു സെക്കൻഡ് മാഷേ വരാം. പ്രകാശൻ മാസ്റ്റർ തരൂർ എഴുതിയ ലേഖനം പരിപൂർണമായി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ തരൂർ പറയുന്ന നിലപാടിലേക്ക് CPM എത്തിയെന്നാണ് അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. തരൂർ പറയുന്നത് നിങ്ങളുടെ CPM-ന്റെ വികസനം മാതൃക എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതായിരുന്നു എന്നും അത് ഇപ്പോൾ അത് CPM അതിനെ സ്വയം പരിഷ്കരിച്ചു എന്നും ഇനി നിങ്ങൾ പ്രതിപക്ഷത്തായാൽ ഈ നിലപാടായിരിക്കുമോ എന്ന് കൂടി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട് അതിനകത്ത്. നിങ്ങൾ ഇതുവരെ തെറ്റായ സമീപനങ്ങളാണ്, സംരംഭകത്വ വിരുദ്ധ സമീപനങ്ങളാണ് തുടർന്നിരുന്നത്. പക്ഷേ അത് തിരുത്താൻ ചെറിയ തോതിലെങ്കിലും തയ്യാറായിട്ടുണ്ട്. അത് തന്നെ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് രാജീവ് പറയുന്നത് ശരിയാണെങ്കിൽ, സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം പൂർണ്ണമായി വായിച്ചെങ്കിൽ
ഇവിടെ തരൂർ എന്തോ CPM അനുകൂലമായി പറയുന്നു എന്ന് അവകാശപ്പെടുന്നവർ അതുകൂടി മനസ്സിലാക്കണം. തരൂർ പറയുന്നിടത്തേക്ക് CPM എത്തി എന്നുള്ളതാണ് തരൂരിൻ്റെ പോലും ക്ലെയിം എന്ന് പറയുന്നത്. തരൂർ കൃത്യമായി CPM കേരളത്തിലെ വികസന രംഗത്ത് ഉള്ള ഇടർച്ചകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ തരൂർ CPM-നെതിരായി രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. തരൂർ എന്തോ പറഞ്ഞു എന്ന് പറയുന്നതിന് അതിൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കൈമോശം വന്നിരിക്കുന്നു. മറുപടി പിന്നെ എന്തിനാണ് തരൂർ എന്തോ പറഞ്ഞു എന്ന് KC വേണുഗോപാൽ ചോദിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന്? അല്ല, പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ബേസിക് ഡോക്യുമെന്റ് എന്താണ് എന്ന് ചോദിക്കുന്നത്? ഇവിടെ ഞാൻ പറയട്ടെ, UDF-ന്റെ അദ്ദേഹത്തെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. UDF ഭരിക്കുന്ന കാലത്തും ദേശീയപാത, വിഴിഞ്ഞം തുറമുഖം, മെട്രോ തുടങ്ങിയ വികസന പദ്ധതികളിൽ LDF അനുകൂല നിലപാടെടുത്തിരുന്നു. അദ്ദേഹം അതിനകത്ത് പറയുന്നത് നിങ്ങൾ ലേഖനം മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയല്ലോ. മാത്രമല്ല അദ്ദേഹം പറയുന്നത് വർഷങ്ങളായിട്ട് കേരളത്തിന്റെ അവസ്ഥ മോശമായിരുന്നു, അതിൽ മാറ്റം വന്നിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സെക്കൻഡ്, ആ ലേഖനത്തിൽ ഇതിനൊക്കെ ആധാരമായി, വളരെ വൈകിയാണെങ്കിലും കേരളത്തിന് ഇങ്ങനെയൊക്കെ എത്താൻ കഴിഞ്ഞത് ഇതിനൊക്കെ ആധാരമായി തരൂർ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? അത് ഉദാരവൽക്കരണമാണ്. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായാണ് രാജ്യത്ത് ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അതിൽ അമ്പേ പിന്നിലായിരുന്നു കേരളം. ഇപ്പോൾ ആ വഴിയിലേക്ക് എത്തുന്നു. നിങ്ങൾ കൊടികുത്തുന്നവരാണ്. കൊടികുത്തുന്നതിന്റെ ഭാഗമായാണ് ഇതുവരെ ഒരു സെക്കൻഡ് ഇത്രയും പിന്നാക്കാവസ്ഥയിൽ കിടന്നിരുന്നത്. കൊടി മാറ്റി ഉദാരവൽക്കരണത്തിന്റെ കൊടിയെടുത്തപ്പോൾ കാര്യങ്ങൾ മാറുന്നു. അങ്ങനെയാണല്ലോ ആ ലേഖനത്തിന്റെ സത്ത. അല്ല, അങ്ങനെയല്ല ലേഖനത്തിന്റെ സത്ത. ഞാൻ ഈ പറഞ്ഞ വാചകങ്ങൾ ആ ലേഖനത്തിൽ ഇല്ല എന്നുണ്ടോ? ആ ലേഖനത്തിൽ ഇല്ല എന്നുണ്ടോ? പ്രകാശ് മാഷ് അത് പറയേ, എന്നിട്ട് ബാക്കി പറയേ. നിങ്ങളുടെ ഭാഷയിലെ വാചകങ്ങളാണല്ലോ. ഖണ്ഡിക്കുന്ന യഥാർത്ഥ വാചകങ്ങൾ വായിക്കേ. ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ അതില്? ഞാൻ വായിക്കാം. രാഷ്ട്രീയാതീതമായി കേരളത്തിനായി ചിന്തിക്കണം. ലേഖനം വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉദാരവൽക്കരണവും ചുവന്ന കൊടിയും ആ രണ്ട് ഭാഗവും. അല്ലല്ലോ, ഒരു സെക്കൻഡ്. എന്നിട്ട് നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു? ബംഗാളിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്ന കാര്യം കൂടെ ഒന്ന് വായിക്കേ. അല്ല, അദ്ദേഹം അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ആയി നിൽക്കുന്നത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിട്ടും അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ വന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അദ്ദേഹം കോൺഗ്രസിലാണ്, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിലാണല്ലോ. അദ്ദേഹത്തിന്റെ മുഴുവൻ അഭിപ്രായങ്ങൾ 100% ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നടപടിയോ നിയമപരിതൊന്നുമല്ല. അദ്ദേഹം സത്യമാണ് പറഞ്ഞത്, സത്യമല്ല കോൺഗ്രസ്സുകാർ പറയുന്നത്. അതാണ് വസ്തുത. ഇവിടെ കഴിഞ്ഞ 8 കൊല്ലക്കാലമായിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് സത്യമല്ല. വ്യാവസായിക രംഗത്ത് വലിയ പുരോഗതിയുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. വ്യാവസായിക രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ തൊഴിലില്ലാത്ത ആളുകൾക്ക് ഇന്ത്യയിൽ മറ്റെവിടെ കിട്ടിയതിനേക്കാളേറെ തൊഴിൽ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാചകം വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ചിന്ത എന്നാന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹം പറയുന്നത് ഇഴയുന്ന കൊമ്പനായിരുന്ന കേരളം ഇടത് സർക്കാരിന് കീഴിൽ ഇണങ്ങുന്ന കടുവയായി മാറി. അദ്ദേഹം ഇപ്പോൾ ഈ കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തെ പ്രസംഗത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വേറൊരു വിശേഷണ പദവും ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന ദൈവത്തിന്റെ നാടായ കേരളം എന്തായിട്ട് മാറി? ഒരു സെക്കൻഡ് സാർ, ദൈവത്തിന്റെ നാടായിരുന്ന അത് ശരി. തരൂരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം ആ ലേഖനത്തിൽ വായിച്ചത്, മൊത്തം വായിച്ചില്ല. കോൺഗ്രസിന് തരൂർ 100% ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലല്ലോ. അദ്ദേഹം എഴുതുന്നത് ഇതുവരെ എഴുതിയാലും ഞങ്ങൾക്ക് എതിരുള്ള എന്തെല്ലാം കാര്യമുണ്ട്? അതൊന്നും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞങ്ങളിപ്പോ പറയുന്ന കാര്യം എന്താ? തരൂർ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ തരൂരിന്റെ രാഷ്ട്രീയം എന്ത്, തരൂർ ഏത് പാർട്ടിക്കാരൻ എന്ന വ്യക്തമായ ബോധ്യം CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ തരൂർ പറയുന്ന എല്ലാ ഭാഗത്തെയും അവർ അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം തരൂര് പറയുകയാണ്. അത് കോൺഗ്രസിനാണ് അംഗീകരിക്കാൻ കഴിയാതെ വരുന്ന ഘട്ടവും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക. ഒരു ഘട്ടം വന്നാൽ DYFI ഇറക്കുക. ഇനിയിപ്പോൾ ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിൽ ഈ ആഗോള സമ്മിറ്റ് ഉണ്ടല്ലോ, ആ തീയതികൾ തരൂർ ബുക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും നേതാവും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് തരൂരിനെ വേണമെങ്കിൽ സർക്കാർ ക്ഷണിക്കുക. അത്തരം സാധ്യതകളെല്ലാം ഇവിടെ തുറന്നിടപ്പെടുകയല്ലേ. അത് ഈ പറയുന്ന തരൂരിൻ്റെ ഏതെങ്കിലും ഒരു ഡേറ്റ പിഴവാണോ? അങ്ങനെ അതിനെ ചുരുക്കി കാണുകയാണോ കോൺഗ്രസ് കരുതേണ്ടത് ഈ വിഷയത്തിൽ? അല്ല, ഒന്നാമതായി തരൂർ ഒരു നയതന്ത്രജ്ഞനാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. നയതന്ത്രജ്ഞന്മാരുടെ പ്രത്യേകത
അവർ വിമർശിക്കും, പക്ഷെ അത് വളരെ സട്ടിലായിട്ടും. അവർ പുകഴ്ത്തും, അത് വളരെ തുറന്നും. ഏത് നയതന്ത്രജ്ഞനും അങ്ങനെയാണ്. കാരണം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുത്ത് മോഡി പോയത് ഇന്ത്യക്ക് ഭയങ്കര വിജയമായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് തരൂർ. ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം. ആര് ഭരണത്തിലേക്ക് മോഡിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായങ്ങളുണ്ട്, മോഡിക്ക് തരൂരിനെ സംബന്ധിച്ച അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തിരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചേക്കാൾ ഇഷ്ടം ഒരു പക്ഷേ തരൂർ, എനിക്കറിയില്ല, മോഡിയായിരിക്കും പുകഴ്ത്തുക വേറെ ഒരു പബ്ലിക് വേദിയിൽ. അപ്പം നയതന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിലപാട്. രണ്ടാമത് അദ്ദേഹം എപ്പോഴും ഒരു തീവ്ര വലതുപക്ഷ നിലപാടിൻ്റെ ആളാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. തീവ്ര അതാണ് അദ്ദേഹം പറഞ്ഞേ, ഞാൻ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ ചെയ്യുന്നു. ശരിയാണത്, അത് വളരെ ശരിയായൊരു കാര്യമാണ്. ഈ ഉദാരവൽക്കരണ നയങ്ങൾ വരുമ്പോൾ അതിനെതിരാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ സമ്പൂർണ്ണ ഉദാരവൽക്കരണത്തിൻ്റെ അടിമകളായി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് ടോൾ ഏർപ്പെടുത്തി രാജ്യത്തെ കുടിവെള്ളം ബ്രൂവറിക്ക് നൽകാൻ തീരുമാനിച്ച് അങ്ങനെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്. ഒരു സെക്കൻഡ് ശ്രീ സിആർ, അല്ല എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് കൊടുക്കുന്ന മാത്രമല്ല അങ്ങിരിക്കുന്ന കൊച്ചിയിൽ കുടിവെള്ളം ADBക്ക് കൊടുക്കാനുമുള്ള നീക്കവും. യെസ്, ഞാനത് പറയാതിരുന്ന് പെട്ടെന്ന് ഇപ്പം ചർച്ച വരാത്തതുകൊണ്ട് ADBക്ക് കൊച്ചിയിലെ കുടിവെള്ളം കൊടുക്കുന്ന, ഒരു കാലത്ത് ADBയുടെ മേൽ കരിവേലൊഴിച്ച ആളുകൾ ഇപ്പോൾ ADBക്ക് കൊച്ചിയിലെ കുടിവെള്ള വിതരണം കൊടുക്കാൻ പോകുന്നു. CPI അടക്കം ഇവിടെ ഒരു പരിധിവരെ കുറച്ച് CPMകാരടക്കം ആ പദ്ധതിക്കെതിരെയാണ്. അതിനെതിരെ സമരത്തിൽ നമ്മളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ADB പ്രശ്നമല്ല, വിദേശ സർവകലാശാല പ്രശ്നമല്ല, ഉദാരമായ വ്യവസായ നയം, ഉദാരമായി ഇപ്പോൾ പഞ്ചായത്തുകൾ, അദ്ദേഹം ജനകീയാസൂത്രണത്തെക്കുറിച്ച് പറഞ്ഞു. പഞ്ചായത്തുകളുടെ അധികാരം വ്യവസായങ്ങൾക്ക് ഇല്ലാതാക്കിയ ഒരു സർക്കാരായത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് പോവാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് പെൻഡുലം പൂർണ്ണമായും റൈറ്റ് സൈഡിലേക്ക് പോയി. ഇത് കണ്ടാൽ തരൂരിന് സന്തോഷമുണ്ടാവും, ഒരു തർക്കവുമില്ല. നിങ്ങൾ നിന്നിരുന്നിടത്ത് നിങ്ങൾ പോയി, തരൂർ പറഞ്ഞു. ഇനി തരൂർ പറഞ്ഞ ഒരു ഡാറ്റ, ആ ഡാറ്റയാണ് ഇവരെടുത്ത് ഉപയോഗിക്കുന്നത്. കേരളം മുമ്പോട്ട് പോയി, അത് വേറെ ചർച്ച ചെയ്യാം. അത് മാത്രമാണ് ഗോവിന്ദ മാഷക്ക് വേണ്ടെങ്കിൽ ഒരു വിരോധം എനിക്കില്ല. അദ്ദേഹത്തിന് അവകാശമുണ്ട് അത് അഭിമാനിക്കാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പുറത്തുവിട്ടൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു കാര്യം ശശി തരൂർ എന്ന പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു. അത് നല്ല കാര്യം, അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്, അദ്ദേഹം പറയട്ടെ. പക്ഷേ തരൂർ ഈ ഗവൺമെൻറ്റിനെ മോഡി ഗവൺമെൻറ്റിൻ്റെ പോലെ ഒരു വികസന ഗവൺമെൻറ്റായിട്ട് തന്നെ കാണും. തരൂർ എവിടെ മോഡിയുടെ വികസനത്തെ വിമർശിച്ചിട്ടുള്ളത്? വിമർശിക്കൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇവിടെ നമുക്കറിയാം 2019 തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും കൂടുതൽ തരൂരിനെതിരെ പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ? അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ പോയി വല്ലാതെ നാറുന്നു എന്നൊരു കമൻറ്റ് അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളികളെ. ഞാൻ അതിനെ എതിർത്താളാണ്. അന്ന് തരൂരിന് ജയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും, BJP ജയിക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും തരൂർ അങ്ങനെ ഒരു കമൻറ്റ് പറയരുത് എന്ന് പറഞ്ഞ ഒരാളാണ്. വേറൊരു കുഴപ്പം കൂടിയുണ്ട് തരൂരിന്. എന്താ പ്രശ്നം? തരൂർ മാറുമല്ലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. തരൂരിന് അങ്ങനെ എളുപ്പം മാറാനും കഴിയുന്നൊന്നുമില്ല. കാരണം തരൂരിന് CPMിലേക്കും അറിയാം, തരൂർ പറയുന്നത് എൻ്റെ ഒരു 90% CPMകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹമാസിനെ കുറിച്ചും ട്രംപിനെ കുറിച്ചും പറഞ്ഞ കാര്യം 2024 തരൂർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2024 അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചത് അദ്ദേഹത്തിൻ്റെ വിശ്വപൗരനെന്നോ വലിയ മിഡിൽ ക്ലാസ്സിന് അക്സെപ്റ്റബിൾ ആയ ഒരാളെന്നുള്ള നിലയ്ക്കല്ല. ആ വോട്ടൊക്കെ വേറെ വഴിക്ക് പോയി. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് തീരദേശത്തെ അദ്ദേഹം പറഞ്ഞ് നാറുന്നു എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പാവപ്പെട്ട മനുഷ്യർ കൂട്ടമായി വന്ന് വോട്ട് ചെയ്തിട്ടാണ് അവിടെ തരൂർ ജയിച്ചത്. അതിന് കാരണം അത് ഈ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കണം എന്നതുകൊണ്ട് മാത്രം തരൂരിനെ അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. ഞാൻ പറയുന്നത് തരൂർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തരൂരിന് ഇപ്പോൾ നമ്മുടെ തർക്കം എന്താ? തരൂര് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. തരൂര് ഇപ്പോഴൊന്നുമല്ലോ, തരൂര് 40 പേരോ കത്തെഴുതി കൊടുത്തപ്പോൾ ഗുലാം നബി ആസാദിൻ്റെ കൂടെ കത്തെഴുതി. ഗുലാം നബി ആസാദും കൂട്ടരും പോയി, പക്ഷെ തരൂര് പോയില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഖാർഗെക്കെതിരെ മത്സരിച്ചത് മുതൽ നിരവധി കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവുമായി തരൂര് ജനാധിപത്യപരമായ ഒരു സംഭവം നടന്നു. ഖാർഗെക്കെതിരെ മത്സരിച്ചതിന് ശേഷമാണല്ലോ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞേ, ഒന്നാന്തരം നയതന്ത്രജ്ഞനാണ്. ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ കാര്യം പറഞ്ഞില്ലേ, നിതിൻ ഗഡ്കരി ഒന്നാന്തരം RSSകാരനാണ്. ഇവിടെ വരുമ്പോൾ പിണറായിയെ പുകഴ്ത്തും. കാരണം എന്താ? ഇവിടുത്തെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വേണം. തിരിച്ച് പിണറായി അങ്ങോട്ടും പുകഴ്ത്തും. അതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നിതിൻ ഗഡ്കരിയെക്കുറിച്ച് പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കൂ, അത് പറയും. നിതിൻ ഗഡ്കരി ഗംഭീരമന്ത്രിയാണ്. അത് വെച്ചിട്ട് പിണറായി BJP എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഒരു ഡാറ്റ ഒഴിച്ചാൽ
ബാക്കി ഒന്നും CPM സ്വീകാര്യമല്ല. ബാക്കി ഒന്നും ആ ഡാറ്റ തർക്കിക്കാവുന്ന വിഷയമാണ്. ഞാൻ ഡാറ്റ ശരിയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ആ ഡാറ്റ മാത്രം മതി CPM-ന്. CPM ഇപ്പൊ കളിക്കുന്ന രാഷ്ട്രീയം ആ ഡാറ്റ മാത്രം വെച്ചുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ അതല്ല. CPM അത് വെച്ചാണല്ലോ കളിക്കണേ. അത് അവർ കളിക്കുമല്ലോ. അത് അവരുടെ അവകാശമല്ലേ വേണു, അത് അവരുടെ അവകാശം. എനിക്ക് അനുകൂലമായി അതല്ല അങ്ങ് പറയുകയുണ്ടായ ഡേറ്റ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ CPM-ന് വിയോജിപ്പുള്ളതാണ് എന്ന്. അതിൽ CPM-ന് തർക്കമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഈ പറയുന്ന ആഗോള സമ്മിറ്റ് അടക്കം സർക്കാർ നടത്താൻ പോകുന്ന ഒരു ഘട്ടത്തിൽ വീണ് കിട്ടിയ വലിയൊരു സാധ്യതയാണത്. ആ രാഷ്ട്രീയം ഭംഗിയായി അവർ ഉപയോഗിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് യുവാക്കളുമായി ബന്ധപ്പെട്ട വലിയ സ്വീകാര്യത തരൂരിനുണ്ട് അല്ലേ? അപ്പൊ DYFI-യും തരൂരും തമ്മിലൊരു സൗഹാർദ്ദം, അവരൊറ്റ ഫോട്ടോ മതിയല്ലോ. അത് ഏതൊക്കെ രാഷ്ട്രീയ തലത്തിൽ ഉപയോഗിക്കാൻ കഴിയും, ഏതൊക്കെ തരത്തിലുള്ള സന്ദേശങ്ങളിലേക്ക് അത് കടത്തിവിടാൻ കഴിയും അല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. ഇപ്പൊ ഒരു ഒറ്റ ഉദാഹരണം, ഈ പറയുന്ന ഈ സെമിനാറുകളിൽ വിളിക്കുക എന്ന് പറയുന്നല്ലോ, ആദ്യം അല്ല ഒറ്റ സെക്കൻഡ് ശ്രീ CR, ഇതൊക്കെ രാഷ്ട്രീയമായ നീക്കങ്ങളാണല്ലോ. മായയായിട്ടാണോ മാരീജനായിട്ടാണോ മാനായിട്ടാണോ മാരീജനായിട്ടാണോ വരിക, അതൊക്കെ രാഷ്ട്രീയത്തിലെ തന്ത്രമാണ്. ഇതുപോലെയാണല്ലോ ഈ പറയുന്ന KM മാണിയെ കൊണ്ടുപോയത് അല്ലേ? വലിയ തർക്കവിതർക്കങ്ങൾ ഉണ്ടായതാണ് KM മാണിയുമായി ബന്ധപ്പെട്ട്, KV തോമസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏത് ആലയിലാണ് അവരൊക്കെ ഉള്ളത്? KM മാണിയുടെ പാർട്ടി എവിടെയാണ്? KV തോമസ് എവിടെയാണ്? അപ്പോൾ ഇതൊരു ക്ഷണപത്രം മാത്രമല്ല, അതിനൊരുപാട് രാഷ്ട്രീയമായ അർത്ഥങ്ങളുണ്ട്. ആ സാധ്യതകൾ ഈ ഡൽഹി സന്ദർശനത്തോടെ തരൂരിന് കൂടുതൽ കരുത്താവുകയാണോ, കൂടുതൽ ശക്തമാവുകയാണോ ചെയ്തിരിക്കുന്നത് ശ്രീ CR? അവിടെ തരൂരിന് ഞാൻ പറഞ്ഞല്ലോ, AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശക്തിയുണ്ടായ, ധൈര്യമുണ്ടായ ഒരു നേതാവാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നെഹ്റു ഗാന്ധി കുടുംബം നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ച ആളാണ്. ആ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തരൂർ സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാൾ മത്സരിക്കില്ല കോൺഗ്രസിനകത്ത്, നമുക്കറിയാലോ. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നു. അവിടെ എന്താ കാരണം? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വീണ്ടും സീറ്റ് കൊടുത്തു. ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ തരൂർ നിശ്ചയമായൊരു ക്യാബിനറ്റ് മന്ത്രിയാകുമായിരുന്നു. ഇതൊക്കെ വേണു നമുക്കറിയാത്ത കാര്യമല്ല. പക്ഷേ പ്രശ്നം അതല്ല. അതാ ഞാൻ നയതന്ത്രജ്ഞൻ എന്ന് പറഞ്ഞ് ഏത് സമയത്ത് ഏത് കാര്യം പറയണം, ഏതിൽ ഊന്നണം, ഏതിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് നയം. ഇപ്പം നേരത്തെ വേണു ചോദിച്ചല്ലോ, KM മാണിക്കെതിരെ എന്തൊക്കെ ഗോമഷം നടത്തി. അവസാനം KM മാണി LDF-ൽ പോയി. KM മാണിക്ക് മാണിയില്ല, കോഴയില്ല, യന്ത്രവുമില്ല, മനുഷ്യനും ഇല്ല. അവിടെ മോട്ട എണ്ണുന്ന യന്ത്രമൊന്നും ഇപ്പം കാണാനില്ല. മാണിയുടെ ഒരു പ്രശ്നമില്ല. ഈ സോളാർ കേസിൽ ഒരു പ്രതിയാണ് ജോസ് കെ മാണി. പക്ഷേ ജോസ് കെ മാണിയുടെ കാര്യത്തിലൊന്നും വരില്ല, ഇപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാണ്. അത് തന്ത്രമാണ്. ആ തന്ത്രം CPM പയറ്റും. അവർക്ക് പയറ്റിയേ പറ്റൂ. ഏത് രാഷ്ട്രീയ പാർട്ടിയും അത് ചെയ്യണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ് കോൺഗ്രസ് എറിഞ്ഞിട്ടു. കാരണം എന്താ, ഇയാളിനി നാളെ പോയാൽ ഇയാൾ ഇതുകൊണ്ടാണ് പോയേ എന്ന് പറയാനുള്ള അത് കോൺഗ്രസ്സുകാർ അവരുടെ വഴി നോക്കും. ഇനി ഇതൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും നോക്കിയിരിക്കുമ്പോൾ നാളെ തരൂർ BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയായി വന്ന് മത്സരിച്ചാൽ ഈ രണ്ടുപേരും വഴി നോക്കിയിരിക്കേണ്ടി വരും. കാരണം തരൂരിനെ പുകഴ്ത്തി പറയുന്ന CPM-ന് പിന്നെ തരൂരിനെ മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നം കോൺഗ്രസ്സുകാരനായിരുന്ന തരൂര്, ഇതൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നയതന്ത്രം വിജയിക്കുമോ, ബാക്കിയുള്ളവർക്ക് അത് കാണാതിരിക്കുമോ? ഒരു CPM-ന് ഒരു ഇട്ട് കൊടുത്തു, CPM അതിൻ്റെ പേര് കളിക്കുന്നു. കോൺഗ്രസിന് വേറെ ഇടും, കോൺഗ്രസ് അതിൻ്റെ മുകളിൽ കളിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പോകുന്നത് വേറെ വഴിക്കാണെങ്കിലോ അത് പറയാൻ പറ്റില്ല വേണു. കാരണം നയതന്ത്രജ്ഞരെ നിങ്ങൾക്ക് അങ്ങനെ വില കുറച്ച് കാണാം. ഡൽഹി സന്ദർശനത്തിന് ശേഷം തരൂര് കൂടുതൽ കരുത്തനായിരിക്കുന്നു. തരൂരിന്റെ രാഷ്ട്രീയ സാധ്യതകൾ പല തലങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? ഇനി ഈ പറയുന്ന BJP-യിലേക്ക് പോകാനുള്ള സാധ്യത നേരത്തെ തന്നെ തരൂരുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ CPM-ഉം DYFI ഇറക്കിക്കൊണ്ട് അത്തരമൊരു നീക്കമാണോ നടത്തുന്നത്? അങ്ങനെയെങ്കിൽ ശ്രീ MJ അച്യുതൻ ഒരച്ചടക്ക നടപടിയും എടുക്കാതെ ഈ വിഷയത്തിൽ KPCC-യിലെ അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാർ ഇനി ഒരു അക്ഷരവും മിണ്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അതിനേക്കാൾ മികവാർന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനാവുകയായിരുന്നോ? വേണു, ഞാനിതൊന്നുമല്ല കാണുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശശി തരൂർ നടത്തുന്നത് ശരിക്കും ഒരു കാൽക്കുലേറ്റഡ് മൂവ്സ് ആണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്സർസൈസാണ് നടക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിൽ ആരൊക്കെയാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് ഇനിയെങ്കിലും ചർച്ച ചെയ്ത് തുടങ്ങേണ്ടതാണ്. കാരണം 23-ൽ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു, 24-ൽ രാജ്യത്ത് ഇലക്ഷൻ വരുന്നു,
ഇലക്ഷനിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം പിന്നെ വലിയ പരാജയത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ഉള്ള പുതിയ കാലാവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയാണ് തരൂരിൻ്റെ നീക്കങ്ങളെ കാണേണ്ടത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരെങ്ങനെ കാണുന്നു എന്നുള്ളത് അത് താങ്കളത് എടുത്തോളുക. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. തീക്ഷ്ണമായി തന്നെ നടക്കുന്നുണ്ട് അടിയൊഴുക്കുകൾ. താങ്കൾക്കും അറിയുമല്ലോ അത്തരം കാര്യങ്ങളൊക്കെ. ഖർഗെയാണ് പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ കൺവീനർ. അദ്ദേഹം AICC പ്രസിഡൻ്റാണ്. രാജ്യസഭയിലും പിടിപ്പത് പണിയുണ്ട് ഖർഗെയ്ക്ക്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം AICCയിൽ മതി. ഇന്ത്യ സഖ്യകക്ഷികൾക്ക് അത് ഖർഗെയെ റീപ്ലേസ് ചെയ്യണം എന്ന് ശക്തമായ ആവശ്യമുണ്ട്. എല്ലാ കക്ഷികൾക്കും അതുണ്ട്, കോൺഗ്രസ്സിലൊഴികെ. കോൺഗ്രസ്സിന് ആ ഒരു പിന്നെ ഗാന്ധി നെഹ്റു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ടൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് വിനീത വിധേയനായി ഖർഗെയെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം നിൽക്കുന്നതുകൊണ്ടും കൊണ്ടും കൂടി. ഇവിടെ ഞാൻ കരുതുന്നത് തരൂർ സ്വയം ഷോക്കേസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. താൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തരൂർ സ്വയം ഷോക്കേസ് ചെയ്യുന്നു. ഇതിൻ്റെ പിന്നെ ഒരു അനുരണനങ്ങൾ ഇവിടെ എങ്ങും നിൽക്കില്ല. കേരളത്തിലൊന്നും അല്ല വേണു നിൽക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈ പുതിയ നീക്കത്തിലൂടെ ഇപ്പോൾ ഈ ലേഖനം അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അതുകൊണ്ട് കിട്ടിയ ഒരു ബോണസ്, തരൂരിന് കിട്ടിയ ബോണസ് എന്ന് പറയുന്നത് പിന്നെ ഇടത് കക്ഷികളുടെ, പ്രത്യേകിച്ചും CPM-ൻ്റെയും CPI-യുടെയും ദേശീയ തലത്തിൽ തരൂർ ഇന്ത്യ സഖ്യത്തിൻ്റെ കൺവീനറാകുന്ന നയത്തിലെ ഒരു നടപടിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു ക്ലെയിം വന്നാൽ, ഈ ഇടത് കക്ഷികൾ എതിർക്കില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പിന്നെ പിന്നാമ്പുറങ്ങൾ ഇതിൽ വായിച്ചെടുക്കാം. ഇനി അതിന് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ ഓരോരോ ദിവസങ്ങളിലും അതങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നതും. മറ്റ് കക്ഷികൾക്കൊന്നും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ, മമത ഒഴികെ, മമതയ്ക്ക് ചെറിയ നീരസം ഉണ്ടെന്നാണ് കേൾക്കുന്നത്, എങ്കിലും മമത ഒഴികെ ആർക്കും പ്രശ്നമില്ല. ശരത് പവാറിനൊക്കെ വലിയ താല്പര്യമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ വന്ന ഒരു പാൻ ഇന്ത്യൻ ഫേസാണ് തരൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മനോഹരമായി മലയാളവും ഇംഗ്ലീഷും സംസാരിക്കുന്ന പോലെ അതിമനോഹരമായി ഹിന്ദിയും സംസാരിക്കും. എല്ലാ കക്ഷികളെയും കോർട്ടണയ്ക്ക് കൊണ്ടുപോകാനുള്ള അസാമാന്യമായ ഒരു വൈഭവമുണ്ടെന്ന് രാഷ്ട്രീയ നേതാക്കൾ, മറ്റ് പാർട്ടികളിലെ നേതാക്കൾ കരുതുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്ക് ഖർഗെയെക്കാളിലും ഇന്ത്യ സഖ്യത്തിനെ ഒരു ചാലഞ്ചിങ് ഫോഴ്സായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യയിൽ ശശി തരൂരിന് വളരെയധികം കഴിയും എന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കൾ ഏറെ ഉണ്ട് വേണു. അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് ഇനി എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അത് അവിടെ തന്നെയാണ് കാര്യമുള്ളത്. തരൂർ എവിടെയും പോകാൻ പോകുന്നില്ല. തരൂർ മറ്റൊരു പാർട്ടിയിലും ചേരുകയേ ഇല്ല. അക്കാര്യത്തിൽ താങ്കൾക്ക് ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ലേഖനം, അദ്ദേഹം എന്താണെന്നുള്ളത് ആ ലേഖനത്തിൻ്റെ ആദ്യ പാരഗ്രാഫിലുണ്ടെന്നേ. തരൂർ എന്താണെന്നുള്ളതാണ് ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത്. ആ പാരഗ്രാഫിൽ ഉള്ളതിൻ്റെ അത്രയും തീക്ഷ്ണതയോടെ താഴേക്ക് വന്നിട്ടില്ല എന്ന് കരുതുന്നയാളാണ് ഞാൻ. അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാശ്രയ നയമാണ് എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവിടെ എഴുതി വച്ചിരിക്കുകയാണ് തരൂർ തൻ്റെ ലേഖനത്തിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ. സ്വാശ്രയമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെയാണ് മാറുന്നത് തരൂരിൻ്റെ കാഴ്ചപ്പാടിൽ? അത് 91-ലാണ് മാറുന്നത്. അതും അദ്ദേഹം അതേ പാരഗ്രാഫിൽ തന്നെ പറയുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബേസിക് കൺസെപ്റ്റാണത്. അവിടെ നിന്നുകൊണ്ട് അങ്ങനെ നിൽക്കുന്നൊരു മനുഷ്യന് വേറെ കോൺഗ്രസ് വിട്ട് എവിടേക്കും പോകാൻ കഴിയില്ല. പുള്ളി BJP-യുടെ നയങ്ങളോടൊന്നും പുള്ളിക്ക് ഒരു കാലത്ത് യോജിക്കാനേ പറ്റില്ല, യോജിക്കുകയുമില്ല. പുള്ളി കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷേ പ്രശ്നം ഇതാണ്, തരൂരിന് ആവശ്യമുണ്ട് ഇന്ത്യ സഖ്യകക്ഷികൾക്ക് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വയം ഷോക്കേസ് ചെയ്യുകയാണ് സംഭവിക്കുന്നത്. ആ ഷോക്കേസ് ചെയ്യുന്നതിനെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കുറച്ച് കാണുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വേണു ഈ ഇഷ്യൂവിനെ മനസ്സിലാക്കുന്നത്. അല്ലാതുള്ള മനസ്സിലാക്കുന്നത് പറയാൻ തരൂരിനെ നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. തരൂർ അത്ര വൈഭവമുള്ള പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തെ ശരിയായി വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ എന്നാണ് എൻ്റെ പക്ഷം. തലോടാൻ മത്സരം എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ M. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ആദ്യം CR-നുള്ള മറുപടി. ഈ പറയുന്ന ഡേറ്റ ഒഴിച്ചു കഴിഞ്ഞാലുള്ള ബാക്കി ഭാഗങ്ങളിൽ നിങ്ങളും തരൂരും തമ്മിൽ യോജിക്കുകയാണ് എന്നാണ് CR പറഞ്ഞത്. അതിനുള്ള മറുപടി. CR ഇവിടെ വൻകിട മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്നാണല്ലോ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
സാധാരണക്കാരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യയിൽ ഇക്കാലത്ത് ഏറ്റവുമേറെ മുന്നേറിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ 2022-ലും 2023-ലും ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യമന്ത്രി അവാർഡ് കിട്ടിയത് കേരളത്തിലാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കഠിന ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ വേണ്ടി പോകുന്നത് കേരളമാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും മികച്ച വാർദ്ധക്യ പരിചരണത്തിന് 21 വയോശ്രേഷ്ഠതാ സമ്മാൻ കിട്ടിയിരിക്കുന്ന കേരളത്തിലാണ്. അതുപോലെ തന്നെ സുസ്ഥിര വികസന സൂചികയിൽ നിതി ആയോഗിൻ്റെ സൂചികയിൽ 1ാമത് കേരളമാണ്. പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ 1ാമത് കേരളമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠതാ സൂചികയിൽ 1ാമത് കേരളമാണ്. അതുപോലെ തന്നെ നിതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ കഴിഞ്ഞ 4 വർഷം 1ാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. സംസ്ഥാന ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ 2ാമതാണ് കേരളം. നിങ്ങൾ കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 95 ലക്ഷം റേഷൻ കാർഡുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുവിതരണ സമ്പ്രദായമുള്ളത് കേരളത്തിലാണ്. ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനത്തിന് റിസർവ് ബാങ്ക് അംഗീകാരം നൽകിയത് കേരളത്തിനാണ്. അതുപോലെ ലോകത്തിലെ മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ തെരഞ്ഞെടുത്തിരിക്കുക അത് UBI ഗ്ലോബൽ തെരഞ്ഞെടുത്താൽ കേരളത്തെയാണ്. അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സർക്കാർ സർവീസിൽ ജോലി കൊടുത്ത സ്റ്റേറ്റ് കേരളമാണ്. ഇതെല്ലാം ഈ പറയുന്ന പോലെ വലിയ സമ്പന്നന്മാർക്കും അതുപോലെ വൻകിട മൂലധനശക്തികൾക്ക് വേണ്ടിയുള്ള ശ്രമമാണോ? കേരളത്തിലെ 8 കൊല്ലക്കാലമുള്ള ഗവൺമെൻറ്റിനെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്, നേരത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നയങ്ങൾക്ക്, ആഗോളവൽക്കരണ നയങ്ങളെ ചെറുക്കാൻ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആകെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തകർക്കുമ്പോൾ അതിന് ഒറ്റ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചൊരു സ്റ്റേറ്റ് കേരളമേ ഉള്ളൂ. കേന്ദ്രം വിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമല്ലേ? എങ്ങനെയാണ് നീലകണ്ഠന് ഈ പറയുന്ന കേരള ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാൻ വേണ്ടി തോന്നുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് അജണ്ട വേറെ എന്തോ ആണ്. ഞങ്ങൾ ഇദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 8 കൊല്ലക്കാലമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ട്. അതെന്താ? LDFൻ്റെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. വികസന രംഗത്ത് ഒരു മുന്നേറ്റവുമില്ല. തൊഴിൽ രംഗത്ത് യാതൊരു മുന്നേറ്റവുമില്ല. വ്യാവസായിക രംഗത്ത് വലിയ മുരടിപ്പാണ്. സാമ്പത്തിക രംഗമകത്തിന് തകർച്ചയിലാണ്. എന്നാൽ സത്യം ഇതിന് ഘടകവിരുദ്ധമാണ്. ആ സത്യത്തെ അംഗീകരിക്കാൻ കോൺഗ്രസിന് തന്നെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഒരാൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വസ്തുത, അതാണ് ഞങ്ങൾ ശരിയാണെന്ന് പറയുന്നത്. അത് കോൺഗ്രസ് ഇക്കാലം അത്രയും പ്രചരിപ്പിച്ച കളവായ കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. സത്യം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തലാണ്. അത് ഒരു നിലപാടിൻ്റെ വിഷയമല്ല, വസ്തുത. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ഡാറ്റയാണ്. ഡാറ്റ CPMൻ്റെതല്ല, അത് ദേശീയാടിസ്ഥാനത്തിലും ആഗോളാടിസ്ഥാനത്തിലുമുള്ള ഈ മേഖലയിലെ ഡാറ്റകളാണ്. ആ ഡാറ്റ അദ്ദേഹം പുറത്തു പറയുന്നതിലൂടെ LDF ഗവൺമെൻറ്റിൻ്റെ മേന്മ, ഈ കാലം അത്രയും LDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് വസ്തുതയാണ് എന്ന് അദ്ദേഹം കൂടി പറഞ്ഞിരിക്കുന്നതാണ്. അദ്ദേഹം കൂടി പറഞ്ഞിരിക്കുന്നതിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ നിലപാടാകെ മാറ്റിയിരിക്കുന്നു. നാളത്തെ രാവിലെ CPM ആകാൻ പോകുന്നു എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളോടും ഞങ്ങൾ യോജിപ്പാണ്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളെ വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അദ്ദേഹത്തോട് ഇത്ര വലിയ ഈർഷ്യ? എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയണമെന്ന് ആരാ പറയുന്നത്? KC വേണുഗോപാലാണ്. അവർ കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അവർക്കാണ് ഏറ്റവും വലിയ ജാള്യത ഉണ്ടായിട്ടുള്ളത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചർച്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു എന്നുള്ളത് അവർക്ക് അമർഷമുണ്ടാക്കുന്നുണ്ട്. വസ്തുതയല്ലാതായിട്ട് പറയാൻ വേണ്ടി കഴിയുമോ? അതുകൊണ്ട് അദ്ദേഹം ആശ്രയിച്ചിരിക്കുന്നത് വസ്തുതകളെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. അതാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നത്. പ്രകാശൻ മാസ്റ്റർക്ക് മറുപടി പറയാം. അതിനു മുമ്പ് ബഹുമാന്യനായ ജയചന്ദ്രൻ സാർ, അദ്ദേഹം തരൂരിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കത് എതിർക്കേണ്ട കാര്യമില്ല. തരൂർ പ്രഗത്ഭനാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് വിനീത വിധേയനായ ഖാർഗെ എന്നാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? കോൺഗ്രസിൻ്റെ എലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റാണ് മല്ലികാർജുൻ ഖാർഗെ. ഒരു അംബേദ്കറൈറ്റ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന, ആർജവത്തോടെ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന,
പാർലമെന്റിൽ അടുത്ത കാലത്ത് ഗാർഗെ നടത്തിയ പ്രസംഗങ്ങളിലൂടെ ഒരു വട്ടം ജയചന്ദ്രൻ സാർ ഒന്ന് കണ്ണോടിച്ചിരുന്നെങ്കിൽ ഗാർഗയെ അതിദുർബലെന്ന് ചിത്രീകരിച്ചുകൊണ്ട് തരൂരിന് പ്രഗത്ഭനാണെന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ തരൂരിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറഞ്ഞോ? എന്തടിസ്ഥാനത്തിലാണ് ഗാർഗയെ പോലൊരു നേതാവിനെ സമീപകാലത്ത് സംഘപരിവാറിനെ അതിൻ്റെ അടിത്തറയിൽ പോയി ആക്രമിച്ച ഒരാളെ വിനീത വിധേയനെന്ന് പറയാൻ അങ്ങേക്ക് കഴിയുന്നത്? പിന്നെ പ്രകാശൻ മാസ്റ്റർ പറയുന്നത് ഈ ശശി തരൂർ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ്. ഒരു ഭാഗം നിങ്ങൾ ഉപയോഗിച്ചോ, അതിനെന്താണ് പ്രശ്നം? ശശി തരൂർ പറഞ്ഞത് ഒരു ഭാഗം അടർത്തിയെടുത്ത് ഉപയോഗിക്കുക. അപ്പുറത്ത് തന്നെ ശശി തരൂർ പറഞ്ഞ കാര്യമുണ്ടല്ലോ. ശശി തരൂർ പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞൊരു ആശയ പ്രതലത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നാ. ശശി തരൂർ തുറന്ന വിപണിയുടെ ഒരു ആരാധകനാണ്. ഉദാരവൽക്കരണ നയങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി സംസാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു CPM അതിൻ്റെ നയങ്ങളിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുത്തിയിരിക്കുന്നു, CPM മാറിയിരിക്കുന്നു. അപ്പോൾ പോലും CPM മാറാനെടുത്തൊരു സമയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മുൻകാലങ്ങളിൽ CPMൻ്റെ നിലപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനമാണ്. DYFI പോകേണ്ടത് ആന്തൂർ സാജൻ്റെ വീട്ടിലേക്കാണെന്നേ. അദ്ദേഹം ഒരു പ്രവാസി വ്യവസായി മാത്രമല്ല, നിങ്ങളുടെ പാർട്ടി ബന്ധുവാണ്. പ്രകാശ് മാസ്റ്റർ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളല്ലേ? ആന്തൂർ സാജനെ ഇവിടുത്തെ സംരംഭകത്വ വിരുദ്ധ സമീപനങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആന്തൂർ സാജനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡ്രൈവറും തമ്മിലുള്ള അവിഹിതം പറഞ്ഞ് ആ കുടുംബത്തെ ദ്രോഹിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. സദാചാര പോലീസിംഗ് നടത്തുകയാണ് നിങ്ങൾ ചെയ്തത്. ആന്തൂർ സാജൻ്റെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞ്, ശവകുടീരത്തിൽ പോയി മാപ്പ് പറഞ്ഞ് നിങ്ങൾ ഈ സംരംഭകത്വ സമ്മേളനം നടത്താൻ DYFIയോട് പറയണം. ആന്തൂർ സാജൻ്റെ പേര് ആ സദസ്സിനിടണം, ആ നഗരിക്കിടണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ രാഷ്ട്രീയം എത്രമേൽ കപടമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ? സംരംഭകത്തിൻ്റെ വികസന കാലം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ തന്നെ പ്രസ്ഥാന ബന്ധുവായ പുറത്തു പോയി പണിയെടുത്ത് ഈ നാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം സ്വരൂപിച്ച് ഈ നാട്ടിൽ കുറച്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആന്തൂർ സാജന് സംഭവിച്ചത് ഇവിടെയുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ നയങ്ങളുടെ രക്തസാക്ഷിയാണ് അദ്ദേഹം. ആ രക്തസാക്ഷിത്വത്തെ ഇവർ കൈകാര്യം ചെയ്തത്, വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കുടുംബത്തെ ആക്രമിച്ചത്, അവിഹിത കഥകൾ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ അതിനോട് തുറന്ന ചർച്ചയ്ക്ക്, തുറന്ന സംവാദത്തിന് കോൺഗ്രസ് തയ്യാറാണ്. ഇതൊരു വിവാദമായി നടക്കുകയാണെങ്കിൽ ആ വിവാദത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് കണക്കുകൾ വെച്ച്, നിങ്ങളുടെ ഏക പിടിവള്ളി എന്ന് പറയുന്നത് ചില കണക്കുകളാണെന്നാണല്ലോ പറയുന്നത്. ശശി തരൂർ പറഞ്ഞാൽ നിങ്ങളെ പുകഴ്ത്തി എന്ന് പറയുന്നു, നിതിൻ ഗഡ്കരി പുകഴ്ത്തി എന്ന് പറയുന്നു. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സംരംഭകത്വ കാര്യത്തിൽ ആന്തൂർ സാജൻ എന്ന ഒരൊറ്റ പേരും അത് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസമുണ്ട്. DYFI നാളെ ഇത്തരം പരിപാടികളുമായി മുന്നിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള, ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ പോകുന്നത് ആന്തൂരിലെ സാജനെ കുറിച്ചാണ്, സാജന്മാരെ കുറിച്ചാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഒരു തുറന്ന സംവാദത്തിന് കോൺഗ്രസ് തയ്യാറാണ്. പ്രതിപക്ഷ നേതാവാണ് അതാണ് പറഞ്ഞത്. കേരളത്തിലെ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അതിൻ്റെ അവസാനത്തെ നയം പറയുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആഗോളതലത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയത്തിനെതിരാണ്, നരേന്ദ്രമോദിക്ക് ദേശീയ തലത്തിനെതിരാണ്, കേരളത്തിൽ പിണറായി വിജയനെതിരാണ്. അത് അസന്നിഗ്ധമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. പിന്നെ ഭാഷയുടെ വ്യത്യാസം ഇവിടെ CR പറഞ്ഞ് ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ്. അതേസമയം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ വളച്ചുകെട്ടില്ലാതെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് ഭാഷയിൽ പിണറായി വിജയൻ്റെ കാര്യത്തിലായാലും നരേന്ദ്രമോദിയുടെ കാര്യത്തിലായാലും മാർദ്ദവത്തിൻ്റെ ആവശ്യമില്ല. വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. അതാണ്, അല്ലാതെ ഈ പറയാനുള്ളത് മുഴുവൻ KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ടതില്ല. പിന്നെ കോൺഗ്രസ് പോലൊരു പാർട്ടി മുൻകാലങ്ങളിൽ എന്താ പറഞ്ഞത്? ശശി തരൂർ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചാൽ മത്സരത്തിന് ശേഷം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ മത്സരത്തിന് ശേഷവും പ്രധാനപ്പെട്ട ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തു. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ശശി തരൂരിനെ പോലൊരു ക്രിട്ടിക്കൽ ഇൻസൈഡറിന് സ്ഥാനമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നയമാണ് പരമപ്രധാനം. അത് കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്, കേന്ദ്രത്തിൽ കോൺഗ്രസ് വക്താവ് അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ പോലുള്ള വക്താക്കളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിനും മോദിക്കും പിണറായിക്കും എതിരാണ്. ശരി, മറ്റതിലേക്ക് പോകുന്നുണ്ട്. പ്രകാശൻ മാസ്റ്റർ ഈ പറയുന്ന ആന്തൂർ സാജനുടെ മറുപടി കൊടുക്കാമോ? മാത്രവുമല്ല, ആ ലേഖനത്തിൽ ഈ തരൂർ പറഞ്ഞൊരു കാര്യം, ഈ ആന്തൂർ സാജൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ വേണമല്ലോ നിങ്ങൾ പരിശോധിക്കാൻ. ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ബില്ല് കൊണ്ടുവരണമെന്ന് പറയുകയുണ്ടായല്ലോ അദ്ദേഹം. രാജീവ് പറഞ്ഞത് ആ കാര്യം പരിശോധിക്കും എന്നുമാണല്ലോ. അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യമാണ് ഇപ്പോൾ അനൂപ് ചൂണ്ടിക്കാട്ടുന്നതും. അങ്ങയുടെ മറുപടി? ഇതിൽ ഈ അരിയത്രാൻ ചോദിച്ചാൽ പയറഞ്ഞാടി എന്ന് പറയുന്നൊരു ന്യായം, അത് പറയേണ്ടി വരുന്നത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതാണല്ലോ വ്യവസായികളെ ആകർഷിക്കുന്ന കാര്യം. നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് 28ാം സ്ഥാനത്താണ് കേരളം, ഇപ്പോൾ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഇതിലായി പറയുന്നത് സാജന്റെ കാര്യമാണ്. ഇവിടെ ഒരു വർഷത്തിൽ 1.5 ഇടത്തരം വ്യവസായ തുടങ്ങിയിട്ട്
ഒരു സെക്കൻഡ് സാജന് ഈസ് ഓഫ് അല്ല, ഒരാൾ ബാധകമല്ലേ? ഒരാൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ അദ്ദേഹത്തിന് എന്താ കുഴപ്പം വന്നിരിക്കുന്നത്? ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് നിയമമെല്ലാം മാറിപ്പോയോ? ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു? അതല്ലല്ലോ ഇവിടെ ചർച്ചാ വിഷയം. ആ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയുന്നതിനേക്കാളേറെ എനിക്കറിയാം. പക്ഷെ അതല്ലല്ലോ ഇവിടെ ചർച്ചാ വിഷയം. സാജന്റെ ആത്മഹത്യയാണ് ഇവിടെ ചർച്ചാ വിഷയം. വേറെ പറയാനൊന്നുമില്ലെന്ന്. അതാണ് കഴിഞ്ഞ ഒരു കൊല്ലം ഈ കേരളത്തില് സാജനെ പോലെ 3 ലക്ഷം പേർക്ക് തൊഴിലവസരം കിട്ടി കേരളത്തിൽ. അത് പറയുമ്പോൾ 3 ലക്ഷത്തിൽ ഒരാളായിട്ടുള്ള സാജനെ പറ്റി മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ ഒരൊറ്റ കൊല്ലക്കാരൻ കൊണ്ട് 3 ലക്ഷം പേർക്ക് 8,400 കോടി ഈ കേരളത്തിൽ ജോലി കിട്ടിയിരിക്കുന്നു. നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. സാജൻ ആത്മഹത്യ ചെയ്തത് എന്തോ ഒരു കുഴപ്പമില്ല ലാഘവത്തിൽ താങ്കൾക്ക് പറഞ്ഞു പോകാൻ കഴിയും? താങ്കൾ ആവർത്തിക്കുന്നുണ്ടോ? ആന്തൂർ സാജന്റെ നാട്ടിലെ ഡിവൈഎഫ്ഐയുടെ സൈബർ പോരാളികൾ പറയുന്നത് ആവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? മിണ്ടായിരിക്കും സൗകര്യമില്ലാതെ. സാജന്റെ ആത്മഹത്യ പ്രശ്നമല്ലാന്നും അതിന്റെ കാരണം താങ്കൾക്ക് അറിയെങ്കിൽ വെളിപ്പെടുത്തണം. താങ്കൾ വെളിപ്പെടുത്തണമെന്നേ. ആന്തൂർ സാജന്റെ ആത്മഹത്യയുടെ കാരണം അറിയാതെ സാജൻ പറയുന്നത് സാജൻ താങ്കൾക്ക് വിഷയമല്ല. എന്തുകൊണ്ട് സാജന്റെ ആത്മഹത്യയുടെ കാരണം അങ്ങേക്ക് അറിയാമെങ്കിൽ അങ്ങ് വെളിപ്പെടുത്തണമേ. അങ്ങ് വെളിപ്പെടുത്തണം. പറയണമെന്നേ. ഡിവൈഎഫ്ഐയുടെ അതേ ഭാഷയിലാണോ സൈബർ പോരാളികളുടെ ഭാഷയിലേക്ക് താങ്കളെ സാജന്റെ ആത്മഹത്യയുടെ കാരണം എന്താ താങ്കൾക്ക് അറിയാമെന്ന് പറയുന്നു. അറിയാമെങ്കിൽ താങ്കൾ പറയണം. നിങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്തോ പറഞ്ഞോ? നിങ്ങൾ പറയുമ്പോ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞില്ലല്ലോ. അല്ല, താങ്കൾ അതിഗുരുതരമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സാധാരണ ഞാൻ സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ താങ്കൾ പറഞ്ഞത് അതിഗുരുതരമായ ഒരു ആരോപണമാണ്. സാജന്റെ ആത്മഹത്യയെ കുറിച്ച് അങ്ങേക്ക് അറിയാമെങ്കിൽ എന്താണ് കാരണം പറയണം. അങ്ങ് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. ദുസ്സൂചനകൾ നൽകി അങ്ങ് സംസാരിച്ചു. ദുസ്സൂചനകൾ നൽകി മരിച്ചുപോയ ഒരാളെ കുറിച്ച് ദുസ്സൂചനകൾ നൽകി അങ്ങ് സംസാരിച്ചു. അല്ല, അങ്ങ് പറയണം. അങ്ങ് പറഞ്ഞേ തീരും. അങ്ങ് ദുസ്സൂചനകൾ നൽകി സംസാരിച്ചു. അതുകൊണ്ടാ ഇവിടെ CPM ആവർത്തിക്കുന്ന CPMന്റെ സൈബർ പോരാളികൾ ആവർത്തിക്കുന്ന ഒരു കാര്യം അങ്ങ് ദുസ്സൂചനകൾ നൽകി സംസാരിച്ചു. നിങ്ങൾ പറയുന്ന കാര്യമെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല. താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ ഞാൻ പറയണ്ട. പിന്നെ പറഞ്ഞോ? അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. താങ്കൾ മറുപടി പറഞ്ഞിരിക്കാം. ആന്തൂർ സാജന്റെ ആത്മഹത്യയുടെ കാരണം അങ്ങേക്ക് അറിയാമെന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഞാൻ പറയണ ഞാനല്ലേ തീരുമാനിക്കുക. പിന്നെ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ആന്തൂർ സാജന്റെ ആത്മഹത്യയുടെ കാരണം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞ് അത് പറയാതിരിക്കരുത്. അങ്ങ് അല്ല, ആളുകൾ വിട്ടുകളാക്കരുത്. താങ്കൾ സാധാരണ CPM സൈബർ പോരാളിയുടെ ഭാഷയിൽ ആ കുടുംബത്തെ ആന്തൂർ സാജന്റെ സംസാരിക്കരുത്. എന്റെ സമയത്ത് സംസാരിക്കാൻ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞത് ആന്തൂർ സാജന്റെ ആത്മഹത്യ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ചർച്ചയായതുകൊണ്ടാണ്. നിങ്ങൾ കേരളത്തിൽ വികസനത്തിന്റെ വസന്തകാലം വന്നു എന്ന് പറയുന്നു. ആന്തൂർ സാജന്റെ കേരളത്തിൽ വസന്തത്തിന്റെ വികസനകാലം വന്നെങ്കിൽ ആന്തൂർ സാജൻ എന്റെ ആത്മഹത്യ ചോദിക്കുന്നത് നിങ്ങൾ അതിന് ഉത്തരം പറയണം. നിങ്ങൾ പറഞ്ഞത് ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തതിന് കാരണം അങ്ങക്ക് അറിയാവുന്നതാണ്. സമയം കിട്ടിയാ പറഞ്ഞോളൂ. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, ഈ സമയത്ത് ഞങ്ങൾ പറയാം. അല്ല, ഞാൻ പറയുമ്പോ നിങ്ങൾ പറയാൻ വിടില്ല. പ്രകാശ് അനൂപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒറ്റ ഡേറ്റയ്ക്ക് മറുപടി. ഒറ്റ ഡേറ്റയ്ക്ക് മറുപടി. അല്ല, മറ്റൊരു ഡേറ്റ വെച്ചാൽ മതി. മറ്റൊരു ഡേറ്റ വെച്ചാൽ മതി. ആന്തൂർ സാജനുമായി ബന്ധപ്പെട്ട് വാർത്താ കൺവെൻഷൻ സെന്ററിന്റെ അവസ്ഥ എന്താണ്? അല്ലല്ല, അതിന്റെ നിജസ്ഥിതി വെച്ചാൽ മതി. ആന്തൂർ സാജനില് ഞാൻ ചോദിക്കട്ടെ, ആന്തൂർ സാജന്റെ ചരമം സംബന്ധിച്ച് ഒരുപാട് കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പല തവണ പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിന് പരസ്യമായിട്ട് വ്യക്തമാക്കിയ കാര്യമാണ്. എന്താ ഞാൻ പുതിയ എന്തെങ്കിലും കാര്യം പറയാൻ പോകുന്നുണ്ടോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഡിവൈഎഫ്ഐയോടുള്ള ചോദ്യമാണത്. CPM ചോദ്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ പറയുന്ന സാജന് ബാധകമായിരുന്നില്ലേ? അതിന് മറുപടി പറഞ്ഞു വേണം പോകാൻ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അദ്ദേഹത്തിന് ബാധകമാണ്. എന്താ സംശയം? അദ്ദേഹത്തിന് ബാധകമല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ബാധകമല്ലാത്ത നിയമമുണ്ടോ? 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നടന്നോ? അതാണല്ലോ രാജീവിന്റെ ഏറ്റവും വലിയ അവകാശവാദം. 2 മിനിറ്റ് കൊണ്ട് എല്ലാം നടന്നോ സാജന്?
2 മിനിറ്റ് കൊണ്ട് നടക്കുന്നു കൂടെ ആരാ പറഞ്ഞേ? രാജീവല്ലേ പറഞ്ഞേ ഇപ്പോ 2 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു. നിയമത്തിനകത്തുള്ള കാര്യം ഇവിടെ കേരളത്തിൽ എത്രയോ മാസങ്ങൾ എടുത്തു വന്നിരുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ ലൈസൻസ് 24 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന നിയമം കൊണ്ടുവന്ന LDF-ന്റെ ഗവൺമെന്റാണ്. ലൈസൻസുകളെല്ലാം പിന്നെ എടുത്താൽ നിങ്ങൾക്ക് വ്യവസായം ആരംഭിക്കാം. അതിന്റെ ഫലമായിട്ടാണ് 28ാം സ്ഥാനത്തുള്ള കേരളം 1ാം സ്ഥാനത്തായത്. അത് കാണണം നിങ്ങൾ. ഏതെങ്കിലും ഒരാളെ പേരെടുത്ത് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യല്ല വേണ്ടത്. ശരി ഇത് ശരി ശരി ചർച്ചയുടെ സമയം കഴിയാണല്ലോ. വേഗം ശരി ശരി പ്രകാശൻ മാസ്റ്റർ. സിആർ, ഇവിടെ ഒരു പിടി കേരളത്തിന്റെ മികവ് ഏതൊക്കെ മേഖലകളിലാണ് എന്നതിനെ പറ്റി വിശദീകരിക്കുകയുണ്ടായി പ്രകാശൻ മാസ്റ്റർ. അതെല്ലാം തന്നെ കേരളത്തിന്റെ ഈ പറയുന്ന ഉദാരവൽക്കരണ രീതിയോടുള്ള ചെറുത്തുനിൽപ്പാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ റാങ്കിങ്ങിന്റെ വിശദാംശങ്ങളെല്ലാം അദ്ദേഹം നൽകിയത്. അങ്ങയുടെ മറുപടി, എന്നിട്ട് എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. അല്ല, ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ കേരളത്തിൻ്റെ പൊതു ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുവിതരണം തുടങ്ങി കേരളത്തിൻ്റെ സാമൂഹ്യക്ഷേമ സ്ഥാനം എന്നും 1970 മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. വേണു, എന്താ ചർച്ച? ഈ കേരളം 1ാം സ്ഥാനത്താണ്, അതാണ് കേരള വികസന മാതൃക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ കിടക്കണ്ട. ഇതിലൊക്കെ കേരളം ഇന്നും 1ാം സ്ഥാനത്ത് തന്നെയാണ്. വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്താണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. ആയുർദൈർഘ്യം കൂടിയതാണ്. അതിപ്പോൾ ഈ കഴിഞ്ഞ 6 കൊല്ലം കൊണ്ടുണ്ടായ കാര്യമൊന്നുമല്ല. കേരളത്തിൽ അത് ഇന്നുമാണ്. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അവിടെയാണ് പ്രശ്നം. ഞാൻ പ്രകാശൻ മാഷോട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയും ഇറക്കിയ രേഖകളും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ അവരാണല്ലോ ഉള്ളത്, യെച്ചൂരി ഇല്ലല്ലോ, ഉള്ള ആളുകൾ എഴുതിയ ലേഖനങ്ങളും അങ്ങയോട് ഒന്ന് റെഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മോഡിക്കെതിരെ ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വഴി രാജ്യത്തെ കൊള്ളയടിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ CPM കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുന്നുണ്ടോ? ഇത് ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നറിയാൻ പ്രകാശൻ മാഷേ അതിന് ഡാഷ് ക്യാപിറ്റലൊന്നും വായിക്കണ്ട, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത് അദ്ദേഹം ഒരു സാമ്പത്തികം, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി ഞാനെന്ന് പറയേണ്ട മന്ത്രി KN ബാലഗോപാൽ പറയുന്നുണ്ട്, ഞാനല്ല പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിഷയം നമ്മുടെ വിഷയമല്ല അതിലേക്ക് കിടക്കാതെ. പ്രധാന പ്രശ്നം എന്താ? സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കേരളം പുറകോട്ട് പോകുന്നു. ഇപ്പോൾ പ്രകാശ് മാഷി ഇതൊക്കെ പറഞ്ഞില്ലേ, കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികളുടെ എണ്ണം അത് മാത്രം എടുത്താൽ മതി. ഏത് വിദേശ സർവകലാശാല വന്നാലും സ്വകാര്യ സർവകലാശാല വന്നാലും ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഇത്ര കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ ഇവിടുന്ന് ഉണ്ടാകുന്നു? കഴിഞ്ഞ 8 വർഷമായി. അതുകൊണ്ട് അതിന് പരിഹാരമാണ് സ്വകാര്യ സർവകലാശാല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അങ്ങനെ വരുമെന്ന്. കാരണം കുട്ടികൾ പോകുന്നത് പഠിക്കാൻ മാത്രമല്ല, കുട്ടികൾ ഇപ്പോൾ കാനഡയ്ക്ക് പോകുന്നതും ഓസ്ട്രേലിയക്ക് പോകുന്നതും യൂറോപ്പിലേക്ക് പോകുന്നതും പഠിക്കാനല്ല, വേണു ജോലി കിട്ടാനാണ്. അത് അവർ ആ പോക്ക് ഇനിയും പോയിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ MJ അച്യുതൻ, അങ്ങോട്ട് ക്ഷമിക്കണം, സമയം കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് അങ്ങയിലേക്ക് വരാൻ കഴിയാതിരുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ശാസിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും തെറ്റിയിരിക്കുകയാണ്. കരുത്തോടെയാണ് തരൂരിന്റെ വരവ്. ആ വരവിൽ ഏതൊക്കെ വാതിലുകൾ ഇനി തുറക്കപ്പെടുമെന്നതാണ് അറിയേണ്ടത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.